കേണൽ ഡിനി, ഇവിടെ ഡോക്ടർ സേനാപതി വേണു സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടുത്തെ മാറി വന്ന സാഹചര്യങ്ങൾ അത് ശ്ലാഘനീയമാണ്. അതിൽ ഒരു എതിർപ്പും കോൺഗ്രസ് കാണിക്കുന്നില്ല. നാഷണൽ കോൺഫറൻസും PDPയും എതിർപ്പുണ്ട്. പക്ഷേ എതിർപ്പില്ലായെങ്കിലും അവർ എതിർക്കുന്നത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി മാത്രമാണ് എന്നത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. താങ്കൾ ദീർഘകാലം അവിടെ ജോലി ചെയ്ത ഒരു വ്യക്തി, ഒരു കേണൽ എന്ന നിലയിൽ അവിടുത്തെ ഒരു മാറ്റം രാജ്യത്തിന് എത്രത്തോളം മുതൽക്കൂട്ടാകും? പ്രത്യേകിച്ച് ഈ പാകിസ്ഥാൻ്റെയും ചൈനയുടെയും ഒക്കെ ആ ഒരു അരക്ഷിതാവസ്ഥയെ അവിടുത്തെ ജനങ്ങൾ പോലും വെറുത്തു തുടങ്ങിയിരിക്കുകയാണ്. അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ പോലും, അവിടുത്തെ യുവാക്കൾ പോലും തോക്കു ഉപേക്ഷിച്ചുകൊണ്ട് സാധാരണക്കാരായി ജീവിക്കുകയാണ്, സാധാരണക്കാരോടൊപ്പം ജീവിക്കുകയാണ്, അവിടെ തൊഴിലേർപ്പെടുകയാണ്. അവരെ ഇരു കൈയും ചേർത്ത് പിടിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം അവിടെ വന്നപ്പോൾ പറഞ്ഞത്, ഭാരതം അതിവേഗത്തിൽ കുതിക്കുകയാണ്, കശ്മീരും ജമ്മു കാശ്മീരും അതിൻ്റെതായ സമാധാന അന്തരീക്ഷത്തോടെ വികസനത്തിലേക്ക് കുതിക്കുകയാണ്. അത്തരത്തിലുള്ള വികസന കുതിപ്പിൽ ഏറ്റവും മനോഹരമായ ഒരു നാടായി ജമ്മു കാശ്മീർ മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട, അല്ലേ? തീർച്ചയായിട്ടും ശ്രീ സുരേഷ്, ഞാൻ ശ്രീ സേനാപതി വേണു പറഞ്ഞ അദ്ദേഹത്തിന്റെ ആ ഒരു വാക്കിലൂടെ തന്നെ, അതായത് അദ്ദേഹം ലാസ്റ്റിൽ പറഞ്ഞു, അതായത് ഈ ഇലക്ഷൻ ആര് ജയിച്ചാലും അവരെ സംബന്ധിച്ചോളം ഇലക്ഷൻ നടന്നതാണ് ഏറ്റവും വലിയ ജയം. അപ്പൊ എന്നെ സംബന്ധിച്ചോളം ഈ ഇലക്ഷൻ കഴിയുമ്പം ഇതിന്റെ ജയം ഭാരതത്തിന്റെ ജയമായിട്ടാണ് ഞാൻ കാണുന്നത്, കശ്മീരിന്റെ ജയമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് ആര് ജയിച്ചാലും ശരി, ആര് തോറ്റാലും ശരി, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഫോം ചെയ്യോ ഇല്ലയോ എന്നുള്ളതല്ല, ഈ പ്രോസസ്സ് എങ്ങനെയാണ് നടന്നതെന്നാണ് ഇതുവരെ നമ്മൾ അതിന്റെ ബേസിലാണ് ഞാൻ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും ഒരു 60% വരെ വോട്ടിംഗ്, അതും ഈ സോപ്പോർ അല്ലെങ്കിൽ ബാരാമുല്ല, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാർ ഒരാൾക്ക് പോകാൻ പോലും പറ്റത്തില്ലായിരുന്നു. ഒരു സമയത്ത് ലാൽ ചോക്ക് എന്ന് പറയുന്ന ശ്രീനഗറിൽ ഇപ്പൊ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് അവിടെ സിവിലിയൻ ക്ലോത്ത്സ് ഇട്ടിട്ട് പോലും പോകാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് മാറി ഇന്ന് ഇവിടുത്തെ എനിക്കൊന്ന് ജിഷ്ണു, കേരളത്തിൽ നിന്നുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ ജനം TVയിൽ നിന്നിട്ട് അവിടെ നിന്നിപ്പം എനിക്ക് തോന്നുന്നു അദ്ദേഹം ശ്രീനഗറിൽ ആ ഭാഗത്ത് നിന്നിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇതൊന്നും ഒരു 10 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 12 വർഷം മുമ്പ് ഒന്നും ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറമായിരുന്നു. കാരണം ഇങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അവിടെ ഇൻഫർമേഷൻ പാസ്സായി അദ്ദേഹത്തിന് വേണമെങ്കിൽ അവിടെ നിന്ന് തട്ടിക്കൊണ്ട് പോകുന്നുള്ള രീതിയിലേക്കൊക്കെ മാറുമായിരുന്നു. അപ്പൊ ഇന്ന് ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് നടക്കുന്നത് നമ്മളെ സംബന്ധിച്ചുള്ള വലിയൊരു വിജയം തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. ഞാൻ എന്തുകൊണ്ടാണ് വിജയം എന്ന് പറയുന്നത് നോക്കൂ, ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ള പാർട്ടി അവർ പറയാണ് ഞങ്ങൾ ഈ പ്രാവശ്യം ബോയ്ക്കോട്ട് ചെയ്തില്ല, ഞങ്ങൾ ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. നേരത്തെ പറഞ്ഞ അവാമി ഇത്തിഹാദ് പാർട്ടി എന്നുള്ളത് എഞ്ചിനീയർ റഷീദ്, ശരിയാണ്, അദ്ദേഹത്തിന്റെ എല്ലാ വാദങ്ങളോടും നമുക്ക് യോജിക്കുന്നില്ല. പക്ഷെ അദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്തു. 87 നടന്ന മിസ്റ്റേക്ക് നമ്മൾ റിപ്പീറ്റ് ചെയ്യാതെ അദ്ദേഹത്തിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുന്നു. അദ്ദേഹം ജയിലിൽ നിന്നാണ് വന്നത്, അദ്ദേഹത്തിന് പറയേണ്ട കാര്യങ്ങളെല്ലാം ശരി. അതാണ് നമ്മളെ ഭാരതത്തിന്റെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഒരു വിക്ടറി ആയിട്ടാണ് ഞാൻ കാണുന്നത്. അത് ഇദ്ദേഹത്തിനെ പോലുള്ള ആളുകൾ പോലും അവിടെ ജനാധിപത്യ രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടെ, അവർക്ക് കിട്ടുന്ന വോട്ട് എത്രയാണെന്ന് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പിന്നീടുള്ള ഗവൺമെന്റ് ഫോർമേഷൻ എങ്ങനെ വരും എന്നുള്ളത്, ഇതിന്റെ കൺട്രാസ്റ്റ് അല്ലെങ്കിൽ ഇതിന്റെ കമ്പാരിസൺ ചെയ്യേണ്ടുള്ളത് ഇവർക്ക് ഒരു വലിയൊരു സ്വപ്ന ലോകമായിരുന്ന പാകിസ്ഥാനിലോട്ട് നോക്കുമ്പോഴാണ്. ഇന്ന് പാകിസ്ഥാനിൽ അവരുടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ലീഡർ മിസ്റ്റർ ഇമ്രാൻഖാൻ, അദ്ദേഹം ജയിലിനകത്താണ്. പുറത്ത് ഉള്ളവർ ഈ മെജോറിറ്റി കിട്ടാത്ത ആളുകളാണ് അവിടെ ഭരിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടുന്ന് പാകിസ്ഥാനിലോട്ട് പോകണമെന്ന് പറഞ്ഞ് കശ്മീരിൽ ഒരു കാലത്ത് വലിയ രീതിയിലൊക്കെ ഉണ്ടായ ഈ ഒരു വോയിസ് എന്ന് പറയുന്നത്, അവർ നോക്കുമ്പോൾ പാകിസ്ഥാനിലെ ജനാധിപത്യം ഇന്നേ വരെ ഒരു ഗവൺമെന്റും അവിടെ 5 വർഷം അവരുടെ പ്രൈം മിനിസ്റ്റർ പൂർത്തീകരിച്ചിട്ടില്ല. അവിടാണ് കശ്മീരിൽ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെയും, BJP ഉണ്ട്, PDP, NC, അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമി, AIP, ഇതുപോലെ എല്ലാ പാർട്ടികളും വന്ന് അവിടെ അവർക്ക് ഫ്രീ ആയിട്ട് അവർക്ക് ഇലക്ഷൻ നിൽക്കാം, അവർ വോട്ട് ചെയ്യുന്നുണ്ട്, ആളുകൾ പുറത്തുനിന്ന് വോട്ട് ചെയ്യുന്നുണ്ട്. ഈ ആളുകൾ വന്ന് വോട്ട് ചെയ്യുന്നതിന്റെ അർത്ഥം അവരിനുള്ളിൽ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. അത് എല്ലാ സ്ഥലത്തും ഉണ്ട്. നമ്മൾ കേരളത്തിൽ ഇലക്ഷൻ നടന്നാലും ആളുകൾക്ക് ബേസിക് ആയിട്ടുള്ള നെസസിറ്റീസിന് വേണ്ടി ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. ആ ഫ്രസ്ട്രേഷൻ ഒരു പുറത്തേക്ക് വിടുന്ന ഒരു കാര്യം ഈ ഇലക്ഷനിലൂടെയാണ്. അവരെ തോന്നുന്നുണ്ട് ഞാൻ വോട്ട് ചെയ്യുമ്പോൾ എന്റെ ഒരു വോട്ടിന് വാല്യൂ ഉണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഒരു 62% വോട്ടിംഗ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം ആളുകളും അതിന്റെ പ്രോസസ്സായി. ഇനി അത് കഴിഞ്ഞിട്ട് ഇലക്ഷൻ എങ്ങനെ വരും, റിസൾട്ട് എങ്ങനെ വരും, എന്തൊക്കെ ഫോർമേഷൻ വരും, അവിടെ ഒരു കൂട്ട് മന്ത്രിസഭ ആയിരിക്കും, അതൊക്കെ പിന്നീടുള്ള കഥയാണ്. പക്ഷെ ഈ ഒരു രീതിയിലേക്ക് കശ്മീർ എത്തിയത് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചുള്ള, എന്നെയൊക്കെ സംബന്ധിച്ചുള്ള, ഞാനത് ഇതിന്റെ 99 തൊട്ട് ആ ഒരു പല പീരീഡിൽ അവിടെ പോയി ഇന്ന് ഇങ്ങനെ ഒരു സ്റ്റേജിലേക്ക് എത്തും. ഞാൻ ഇന്നൊരു വേറൊരു ഇന്റർവ്യൂല് സോപ്പോറിൽ ഒരു ഇംഗ്ലീഷ് മാധ്യമ പ്രവർത്തകൻ അവിടെ നിന്നിട്ട്, ആ സോപ്പോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാകിസ്ഥാൻ ടൗൺ പോലത്തെ ഒരു ഏരിയ. പണ്ട് ആർമിക്ക് മാത്രമേ ആർമി കയറുമ്പം
അവിടെ ഫയർ ഫൈറ്റ് നടക്കുക, അല്ലെങ്കിൽ അവിടെ വെടിവെപ്പ് നടക്കുന്ന ഒരു ഏരിയ ആണ്. അവിടെ വളരെ ഈസി ആയിട്ട് സംസാരിച്ച് എല്ലാവരും ആയിരക്കണക്കിന് ആളുകൾ അവിടെ നിന്ന് കൂട്ടം നിൽക്കുകയാണ്. അവിടെ ഒരു പ്രശ്നമല്ല. അത് തീർച്ചയായിട്ടും ഒരു മാറ്റം തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. എന്നെ സംബന്ധിച്ചോളം ഈ ഇലക്ഷൻസ് സക്സസ്ഫുള്ളി ആയിട്ട് നടക്കും. ഇനി ഒരു 2 ഫേസും കൂടെ ഉള്ളൂ. അത് തന്നെയാണ് ഭാരതത്തിന്റെ ജയം, അത് തന്നെയാണ് കശ്മീരിന്റെ ജയമായിട്ടാണ് ഞാൻ കാണുന്നത്. യെസ്, അത് തന്നെയാണ് ജനാധിപത്യത്തിന്റെ ജയം, അത് തന്നെയാണ് ഭാരതത്തിന്റെ ജയം.